ഒന്ന് വേഗം ഉറങ്ങും മുത്തശ്ശി. എനിക്ക് ഉറക്കം വരണോ. തിരുമ്മ നീയേ. എന്താ കുട്ടി, ഉറങ്ങിയില്ലേ? ആ മുറിയില് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നു. പരിചയമില്ലാത്ത സ്ഥലല്ലേ, അതുകൊണ്ടാവും. ഇവിടെ കിടന്നോളൂ. ബാമേ, ഒരു കോസരി ഇവിടെ വിരിച്ചു കൊടുക്കൂ കുട്ടിക്ക്. ഓ, ഇള്ള കുട്ടിയല്ലേ, ഒറ്റയ്ക്ക് കിടന്ന പേടിക്കാൻ. നാമം ജപിച്ച് കണ്ണടച്ച് കിടന്നാ മതി, ഉറക്കം വരും. ഓ, നീ അധികം പറയണ്ട. നീ എന്നോട്ട് എന്റെ അടുത്തൊന്ന് മാറിക്കിടന്നു തുടങ്ങിയത്. പേടിയില്ലാത്ത ഒരാള് മാത്രോ വയസ്സറിയിക്കണേന്റെ തലേന്ന് വരെ കിടക്കയില് മുള്ളി എന്നെ മൂത്രത്തില് കുളിപ്പിച്ചിട്ടുള്ള ആളാ മുത്തശ്ശി. കിളിക്കല്ലേ. അപ്പോഴേക്കും പിണങ്ങി. എന്റെ കാലൊന്ന് തിരുമു കുട്ടിയേ. എനിക്ക് വയ്യ. മുത്തശ്ശിയുടെ ഇള്ളക്കുട്ടിയോട് പറ തിരുമ്മി തരാൻ. ഓ, എന്താ മൂപ്പിലമ്മയ്ക്കൊരു കോപം? പണ്ട് കിടക്കയില് മുള്ളിയിരുന്ന കാര്യം ഈ കുട്ടിയോടൊന്ന് പറഞ്ഞുപോയി. അതന്നെ. അത്ര ഉള്ളോ? അത് ഇടയ്ക്കിടയ്ക്ക് അവൾ ഇപ്പോഴും ചെയ്യുന്നതല്ലേ? മോൾ ഉറങ്ങിയില്ല ഇതുവരെ? ഞാനൊരു ദുസ്വപ്നം കണ്ടു. ആ സുബ്രഹ്മണ്യം. അതും ഇതുമൊക്കെ ആലോചിച്ച് കിടന്നിട്ടാവും. ഈ മുറിയിൽ കിടന്നോളൂ, ദുസ്വപ്നം ഒന്നും കാണില്ല. മുത്തശ്ശിയുടെ മുറിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആരും കുട്ടിയെ പിടിക്കാൻ ഇവിടെ വരില്ല. വന്നാലും ഞങ്ങൾ ആരും കുട്ടിയെ വിട്ടുകൊടുക്കുകയില്ല ആർക്കും. പോരെ, പ്രാർത്ഥിച്ചു കിടന്നോളൂ. അതെ, എന്റെ സ്വഭാവം കുട്ടിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ചീത്തയാ, മഹാ ചീത്തയാ ഞാൻ. എന്താ പമ്മച്ചി? ഒന്നും അറിയില്ലല്ലേ? കുട്ടിയല്ലേ ആ പിള്ളേരോട് ഓരോ തോന്നിയാസം പറഞ്ഞു കൊടുത്തത്? എന്താ ചേച്ചി, എനിക്ക് മനസ്സിലായില്ല. എന്റെ മുന്നിൽ വേണ്ട കേട്ടോ ഈ പൊട്ടങ്ങളി. എന്താ എന്താ പ്രശ്നം? അറിയില്ല, ബാമേച്ചി എന്തോ. എന്താടി? ഈ കുട്ടി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരൊക്കെ എന്നെ കളിയാക്കണു. എന്താ പറഞ്ഞു കൊടുത്ത്? അത് എന്താ? അത് അവറ്റുള്ള എന്നെ കേം വിളിക്കണു. ഓ, കേയം. കിടക്കയില് മുള്ളി. നല്ല പേരല്ലേ കേയം. ഇനി മുതൽ നമുക്ക് അങ്ങനെ വിളിച്ചാലോ? എടി പോത്തിന്റെ മോളെ, അത് വേണിയല്ല, ലക്ഷ്മണ പറഞ്ഞു കൊടുത്തത്. ഇന്നലെ മുത്തശ്ശി പറയുമ്പോ തളത്തിൽ അവനും ഉണ്ടായിരുന്നു. അവനെ ഞാൻ കാണിച്ചു കൊടുക്കണ്ട. ലക്ഷ്മണല്ല, ഞാനാ പറഞ്ഞു കൊടുത്തത്. പാവം, എന്തിനാ മയ്യേട്ടാ? ഇന്നിവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണ വധം ബാലെ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്തവുമായി ക്ഷണിച്ചു കൊള്ളുന്നു.